മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 62-ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3-ാമത്തെ ശ്ലോകം. ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാനാഃ സരസം പ്രിയേതന്നോ സത്യം മഘവജനിതാ വൃഷ്ടിരിതിയൽ അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദതേ. യാഗത്തിനുള്ളതായിട്ടുള്ള പുറപ്പാടുകൾ കണ്ടപ്പോൾ എന്താ നിങ്ങളുടെ ഇപ്പം ഭാവം, എന്തിനാ പുറപ്പെടണം എല്ലാവരും കൂടിയിട്ട് എന്ന് ചോദിച്ചപ്പോൾ നന്ദഗോപർ പറഞ്ഞു, ദേവേന്ദ്രന് യാഗം ചെയ്യാനാണ്. കൊല്ലം തോറും ദേവേന്ദ്രൻ്റെ യാഗം ചെയ്യുക. ആ ദേവേന്ദ്രൻ നമുക്ക് മഴ വേണ്ട പോലെ ഉണ്ടാക്കിത്തരും. നമ്മളുടെ പശുക്കളൊക്കെ വെള്ളം, പുല്ല് രണ്ടുമാണ് അവരുടെ ഭക്ഷണം. അപ്പോൾ അതൊക്കെ ധാരാളം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ദേവേന്ദ്രനെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് ദേവേന്ദ്രന് യാഗം ചെയ്യാനാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ വളരെ തമാശയായിട്ട് എന്നുള്ള മട്ടിൽ അങ്ങനെയാണോ എന്നുള്ള മഹത്വത്തിൽ ഭഗവാൻ വളരെ സരസമായിട്ട് മറുപടി പറയുകയാണ്. ബഭാ ഇതി ശ്രുത്വാ വാചം, ഇതി വാചം ശ്രുത്വാ, ഇപ്രകാരമുള്ള വാക്കിനെ കേട്ടിട്ട്, വാചം വാക്കിനെ, ശ്രുത്വാ കേട്ടിട്ട്, നന്ദഗോപർ പറഞ്ഞത് കേട്ടിട്ട്, ഇതി വാചം ശ്രുത്വ എന്നുള്ളതായ വാക്ക് കേട്ടിട്ട്. ആരുടെ വാക്കാണ്? പിതുഹു, പിതാവിൻ്റെ, അച്ഛൻ്റെ ഈ വാക്ക് കേട്ടിട്ട്. പിതുഹു ഇതി വാചം ശ്രുത്വ, പിതാവിൻ്റെ ഈ വാക്ക് കേട്ടിട്ട്. ഐ എന്നുവെച്ചാൽ അല്ലേ എന്നുള്ള ഒരു സംബോധന മാർഗമാണ്, സംബോധനയാണ് ഐ എന്നുള്ളത്. ഐ അല്ലയോ ഭഗവൻ, അല്ലയോ പട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഐ ഭഗവൻ എന്ന്. ഭവാനാഹ സരസം, ഭവാൻ അതായത് ഭഗവാൻ, അങ്ങ് സരസം ആഹ, സരസമായിട്ട് പറഞ്ഞു, വളരെ രസമായിട്ട് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സരസമായിട്ട് ആഹ പറഞ്ഞു. ഭവാനാഹ സരസം, ഭവാൻ ആഹ സരസം, അങ്ങ് സരസമായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ധിക് ഏതെന്നോ സത്യം, ധിക് കഷ്ടം, ഏതത് ന സത്യം, നോ സത്യം എന്നുള്ളത്, നോ എന്നുള്ളത് നാ എന്നുള്ള അർത്ഥം തന്നെയാണ്. നോ സത്യം ന സത്യം, ഇത് സത്യമല്ല. ഏതത് ഇത് സത്യമല്ല. എന്താണ് സത്യമല്ലാത്തത്? സത്യം ന ഇത് സത്യമല്ല. എന്താണ്? മഘവജനിതാ വൃഷ്ടിരിതി യത്, യത് മഘവജനിതാ വൃഷ്ടി ഇതി, യത് യാതൊന്നാണോ, ഏതതെന്ന് ഇതെന്നോ സത്യം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്താണ്? യത് യാതൊന്നാണ് സത്യമല്ലാത്തത്. മഘവജനിതാ വൃഷ്ടി ഇതി യത്, മഘവജനിതാ മഘവാനാൽ ദേവേന്ദ്രനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് വൃഷ്ടി എന്നുള്ളത്. ഈ മഴയുണ്ടാക്കുന്നത് ദേവേന്ദ്രനാണ് എന്നുള്ളത് സത്യമല്ല. ഏതത് ന സത്യം, ഇത് സത്യമല്ല. എന്താണ്? യാതൊന്നാണോ ഭഗവാനാണ് വൃഷ്ടി ഉണ്ടാക്കുന്നത് എന്നുള്ളത്, അത് സത്യമല്ല. അതായത് ആ ഉക്തി സത്യമല്ല എന്നുള്ളത്. ഭഗവാനാണ്, ദേവേന്ദ്രനാണ് വൃഷ്ടി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ശരിയല്ല. ഏതെന്ന സത്യം, അത് ശരിയല്ല. പിന്നെ എന്താ, പിന്നെ ഏതാ മഴ ഉണ്ടാവണത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതം. ജീവാനാം അദൃഷ്ടം, ജീവന്കളുടെ അതായത് ജന്തുക്കളുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിൻ്റെ അദൃഷ്ടം, ആത്മാവിനോടുള്ളതായിട്ടുള്ള അദൃഷ്ടം എന്ന് വെച്ചാൽ സംസ്കാരം എന്തിൻ്റെ? പുണ്യപാപങ്ങളുടെ സംസ്കാരം. അത് ഓരോ ജീവനിലും ഉണ്ടാവും എന്ന് പറയാണ്. പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ, 2 ജന്മത്തിലും ആവാം, ചെയ്തിട്ടുള്ളതായിട്ടുള്ള പ്രവൃത്തികളുടെയൊക്കെ ഒരു സംസ്കാരം ആ ആത്മാവിനോട് ചേർന്ന് നിൽക്കും. അപ്പോൾ അതിനെയാണ് അദൃഷ്ടം എന്ന് പറയണത്. ആ പുണ്യത്തിൻ്റെ അദൃഷ്ടമായാലും പാപത്തിൻ്റെ അദൃഷ്ടമായാലും ആത്മാവിനോടുകൂടി അത് നിൽക്കും. അതുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ജനിക്കേണ്ടി വരണത് എന്നാണ്.
അദൃഷ്ടം ജീവാനാം, ആ ജീവന്മാങ്ങളുടെ ആത്മാക്കളുടെ അദൃഷ്ടം എന്നുള്ളതാണ് സംസ്കാര വിശേഷം. അതാണ് സമുചിതാം സൃഷ്ടിം സൃജതി, വേണ്ടതായിട്ടുള്ള ആ വൃഷ്ടിയെ സൃഷ്ടിക്കുന്നത് ഈ അദൃഷ്ടമാണ്. പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അദൃഷ്ടം വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള വൃഷ്ടിയെ ഉണ്ടാക്കുന്നു. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അപ്പോൾ അനാവൃഷ്ടി ഉണ്ടാവണു, വൃഷ്ടി ഇല്ലായ എന്നുള്ളത്. അപ്പോൾ വൃഷ്ടി ഉണ്ടാവണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജീവജാലങ്ങളുടെ അദൃഷ്ടമാണ്, പൂർവജന്മത്തിലുള്ളതായിട്ടുള്ള ചെയ്ത പ്രവൃത്തികളുടെ അദൃഷ്ടമാണ് സമുചിതമായിട്ടുള്ള വൃഷ്ടിയെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചേ പാപം ചെയ്തിട്ടുള്ളൂ, പുണ്യം ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ കുറച്ചേ വൃഷ്ടി ഉണ്ടാവുള്ളൂ. ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം വൃഷ്ടി ഉണ്ടാവും. അതിനനുസരിച്ചാണ് പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള പുണ്യപാപങ്ങളുടെ അദൃഷ്ടം എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ ആ അദൃഷ്ടമാണ് ഇവിടെ വൃഷ്ടിയെ ഉണ്ടാക്കുന്നത്. സമുചിതാം, ഉചിതമായിട്ടുള്ള വൃഷ്ടിയെ, അതായത് ചെയ്തിട്ടുള്ളതായ പുണ്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള വൃഷ്ടിയെ ഉണ്ടാക്കുന്നത് ജീവാനാം അദൃഷ്ടം, ജീവങ്ങളുടെ അദൃഷ്ടമാണ്. ആ സംസ്കാര വിശേഷമാണ് വേണ്ട വിധത്തിൽ മഴ ഉണ്ടാക്കുന്നത്. അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം വൃഷ്ടിം സൃജതി ഖലു. അതാണല്ലോ ഭൂമിയിൽ വേണ്ട പോലെയുള്ളതായിട്ടുള്ള മഴയെ ഉണ്ടാക്കുന്നത്. ഇനി അതുകൊണ്ട് അല്ല, അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിം ഇന്ദ്രായ ദദതേ. ഇനി അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ വൃക്ഷങ്ങളൊക്കെ ദേവേന്ദ്രന് യാഗം ചെയ്താലല്ലേ അവയ്ക്ക് വെള്ളം കിട്ടുള്ളൂ. വൃക്ഷങ്ങൾക്കും വെള്ളമാണല്ലോ വേണ്ടത്. ധാരാളം വെള്ളം വേണം അവയ്ക്ക് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ യാഗം ചെയ്താലാണ് ദേവേന്ദ്രൻ പ്രസാദിക്കുക. അങ്ങനെ ചെയ്യാലേ മഴ ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ വൃക്ഷങ്ങളൊക്കെ നശിച്ചു പോകേണ്ടതായിരുന്നു. എന്താ വെച്ചാൽ അവരൊന്നും യാഗം ചെയ്യണില്ലല്ലോ. അദൃഷ്ടമാണ് എന്താണ്, ദേവേന്ദ്രനെ പീഡിപ്പിച്ചാലാണ് മഴ ഉണ്ടാകുന്നത് എങ്കിൽ ഈ മരങ്ങളൊന്നും പൂജിക്കാറില്ലല്ലോ ദേവേന്ദ്രനെ. അവർ യാഗം ചെയ്യണമൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവയ്ക്ക് മഴ കിട്ടണത്? അപ്പോൾ ദേവേന്ദ്രനൊന്നും അല്ല മഴയുണ്ടാക്കി തീർക്കണത്, പൂർവ്വജന്മത്തിലുള്ളതായിട്ടുള്ള അദൃഷ്ടങ്ങളാണ്. അപ്പോൾ അതായത് ഈ വൃക്ഷങ്ങൾക്കുണ്ടാവും അദൃഷ്ടം. അപ്പോൾ ആ വൃക്ഷങ്ങൾക്ക് മഴ കിട്ടുന്നത് ആ വൃക്ഷങ്ങളുടെ അദൃഷ്ടം കൊണ്ടാണ്. അതുമാതിരി നമുക്ക് നമ്മുടെ പശുക്കൾക്ക് വേണ്ടതായിട്ടുള്ള പുല്ലും വെള്ളവും ഒക്കെ ധാരാളം വേണം, അതിന് മഴ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദേവേന്ദ്രനെ പൂജിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയണത്. അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതം. ജീവാനാം അദൃഷ്ടം, ജീവങ്ങളുടെ അദൃഷ്ടമാണ്, സംസ്കാരമാണ്. പൂർവ്വജന്മത്തിലുള്ളതായിട്ടുള്ള പുണ്യപാപങ്ങളുടെ സംസ്കാരമാണ് സമുചിതമായിട്ടുള്ള വൃഷ്ടിയെ ഉണ്ടാക്കുന്നത്. മഹാരണ്യേ, ആ വലിയ കാട്ടിൽ, വൃക്ഷങ്ങൾ ബലിം ഇന്ദ്രായ ദദതേക്കും, ഇന്ദ്രന് ബലി കൊടുക്കാറുണ്ടോ? ഈ വൃക്ഷങ്ങൾ ദേവേന്ദ്രന് ബലി കൊടുക്കുക, അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദേവേന്ദ്രന് ബലി കൊടുത്താലൊന്നുമല്ല മഴ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വൃക്ഷങ്ങളൊക്കെ നശിച്ചു പോകുമായിരുന്നോ? യാഗം ചെയ്യാത്തത് കൊണ്ട് അവയ്ക്ക് വെള്ളം കിട്ടാതെ നശിക്കുമായിരുന്നു. അത് നശിക്കണില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവയുടെ അദൃഷ്ടമാണ്, എല്ലാ ജീവജാലങ്ങളുടെയും അദൃഷ്ടമാണ് വൃഷ്ടിയെ ഉണ്ടാക്കുന്നത്, ദേവേന്ദ്രനൊന്നുമല്ല. അതുകൊണ്ട് ദേവേന്ദ്രന് യാഗം ചെയ്യണ്ട എന്നാണ് ഭഗവാൻ പറയണത്. ആ യുക്തിവാദത്തിൻ്റെ പൂർവ്വരൂപമാണ് ഇത്. അത് ശരിയല്ല എന്നുള്ളത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് പിന്നീട്. ഇതി ശ്രുത്വാവാചം, അതായത് ഇവിടെ ദേവേന്ദ്രൻ്റെ ആ ഗർവ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഭഗവാൻ പറയുകയാണ്. ഇതി ശ്രുത്വാവാചം പിതുഹു, ഇതി അച്ഛൻ്റെ ഇപ്രകാരം അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് അല്ലയോ ഭഗവൻ, ഭവാൻ ആഹ സരസം, അങ്ങ് സരസമായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ധിക്, കഷ്ടം തന്നെ. ഏതത് ന സത്യം, ഇത് ശരിയല്ല. എന്താണ് ശരിയല്ലാത്തത്? മഘവജനിതാ വൃഷ്ടി ഇത് യത്, ഭഗവാൻ ഉണ്ടാക്കുന്നതാണ് ഈ വൃഷ്ടി, മഴ എന്നുള്ളത് ശരിയല്ല. അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതം. ജീവാനാം അദൃഷ്ടം, ജീവങ്ങളുടെ അദൃഷ്ടം, ആ സംസ്കാര വിശേഷം സമുചിതാം വൃഷ്ടിം സൃജതി, ഉചിതമായിട്ടുള്ള വൃഷ്ടിയെ ഉണ്ടാക്കുന്നത് ജീവജാലങ്ങളുടെ അദൃഷ്ടമാണ്. മഹാരണ്യേ വൃക്ഷ, അല്ലെങ്കിൽ മഹാരണ്യേ വൃക്ഷ, ഈ
മഹാരണ്യത്തിൽ വലിയ കാട്ടിൽ ഉള്ളതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ കിമിവ ബലിമിന്ദ്രായ ദദതി, ഇന്ദ്രന് ബലി കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ എന്നാണ് അടുത്ത ശ്ലോകം. ഇതം താവത് സത്യം യദിഹ പശവോ നക്കുലധനം തദാജീവ്യായ അസൗ ബലിരചലഭർത്രേ സമുചിത സുരേഭ്യോപ്യുത്കൃഷ്ടാ നനു ധരണി ദേവാക്ഷിതിതലേ തതസ്തേപ്യാരാധ്യ ഇതി ജഗതി തത്വം നിജജനൻ. ഇതം താവത് സത്യം എന്നാൽ ഞാനൊരു സത്യം പറയാം. എന്താണ് ഇതം താവത് സത്യം? ഈ പറയാൻ പോണതാണ് സത്യം. യദിഹ പശവഹ ന കുലധനം, പശവഹ യതി ന കുലധനം, നഹ നമ്മുടെ കുലധനം, നമ്മുടെ കുലത്തിൻ്റെ ധനം പശുക്കളാണ് എങ്കിൽ, യദ് ഇഹ പശവഹ, ഈ പശുക്കളാണ്, ഇഹ ഇവിടെ, ഇവിടെ നമ്മുടെ കുലധനമായിട്ടുള്ളത് പശുക്കളാണ്, നമ്മുടെ ധനം പശുക്കളാണ് എങ്കിൽ, തദാജീവ്യായ, അതിന് ആജീവ്യമായിട്ടുള്ളതായിട്ടുള്ള, അതായത് ആ പശുക്കളെ വേണ്ട വിധത്തിൽ അതിനു വേണ്ടതായിട്ടുള്ള ജീവനം നൽകുന്നതായിട്ടുള്ള ഈ പർവ്വതത്തിന് അസൗ അചലഭർത്തരെ അസൗ ബലിഹി, ഈ ബലി നമ്മളിപ്പോൾ വേണ്ട യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ആ അസൗ ബലിഹി, ഈ ബലി അചലഭർത്തരയെ സമുചിത, ഭർത്താവിന്, അചലങ്ങളുടെ അതായത് ഉറച്ച സ്ഥിരതയുള്ളതായിട്ടുള്ള രക്ഷിതാവായ ഭർത്താവ്, രക്ഷിതാവ് ആയിട്ടുള്ള ഭരിക്കുന്നവൻ എന്നുള്ള അർത്ഥം, അതായത് അചലങ്ങളുടെ നായകനായിട്ടുള്ള, പർവ്വതങ്ങളുടെ നായകൻ എന്നാണ് ശരിക്കുള്ള അർത്ഥം. പക്ഷെ അതിനിങ്ങനെ ഒരു കൂടി ധ്വനി ഉണ്ട്, ഇളക്കമില്ലാതെ നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അചലഭർത്രേ സമുചിത, ആ പർവ്വതരാജാവായിട്ടുള്ള ഗോവർദ്ധനത്തിനാണ് ബലി വേണ്ടത്, ഉചിതമായിട്ടുള്ളത് എന്നാണ്. തദാജീവ്യായ അവയ്ക്ക്, അതായത് പശുക്കൾക്ക് ആജീവ്യമായിട്ടുള്ള ഉപജീവന മാർഗമായിട്ടുള്ള ഈ അചലഭർത്താവിന്, ഈ അതായത് പർവ്വതങ്ങളുടെ രാജാവായ ഈ ഗോവർദ്ധനത്തിന് ആണ് ബലിഹി സമുചിത, അസൗ ബലിഹി, ഈ ബലി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള യാഗത്തിന് വേണ്ടിയിട്ടുള്ളതായ ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഈ യാഗം ഈ ഗോവർദ്ധന പർവ്വതത്തിനാണ് നൽകേണ്ടത് എന്ന്. സുരേഭ്യ അപി ഉത്കൃഷ്ടാഹ നനു ധരണി ദേവാഹ ക്ഷിതിതലേ. പിന്നെ പോരാ എന്നുണ്ടെങ്കിൽ ഈ കാണാൻ വയ്യാത്തതായ, മിണ്ടാൻ വയ്യാത്തതായിട്ടുള്ള ഈ പർവ്വതത്തിന് ബലി കൊടുത്താൽ ഒരു തൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാഹ്മണർക്ക് ബലി കൊടുത്തോളൂ, അവരെ പൂജിച്ചോളൂ എന്നാണ്. ക്ഷിതിതലേ, ഈ ഭൂമിയിൽ സുരേഭ്യ അപി ഉത്കൃഷ്ടാഹ ധരണിദേവാഹ നനു, ധരണിദേവന്മാരാണ്, ധരണിദേവന്മാരെന്ന് വെച്ചാൽ ബ്രാഹ്മണര്. സുരേഭ്യ അപി ഉത്കൃഷ്ടാഹ, അവർ ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടരാണ്, അവർ പ്രത്യക്ഷമായിട്ട് നമുക്ക് വേണ്ടത് എല്ലാം നൽകുന്നവരാണ് ബ്രാഹ്മണര്. അപ്പം അതുകൊണ്ട് അചലഭർത്രയെ, ഈ ബ്രാഹ്മണർക്കായിട്ട് അവരെക്കാൾ, ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടരായ, ഇന്ദ്രന് ബലി കൊടുക്കാനൊക്കെ അല്ലേ നിങ്ങൾ തുടങ്ങണത്, ആ ദേവന്മാരെക്കാട്ടിലൊക്കെ ഉത്കൃഷ്ടരാണ് ധരണിദേവന്മാരായിട്ടുള്ള ബ്രാഹ്മണര് എന്നാണ്. അവരെയാണ് പൂജിക്കേണ്ടത് എന്നാണ്. സുരേഭ്യ അപി ഉത്കൃഷ്ടാഹ നനു, സുരേന്മാരെക്കാളും ദേവന്മാരെക്കാളും ഉത്കൃഷ്ടരാണ് ആര്? ക്ഷിതിതലേ ധരണിദേവാഹ, ഭൂമിയിലുള്ളതായിട്ടുള്ള ഈ ബ്രാഹ്മണർ സ്വർഗത്തിലുള്ളതായിട്ടുള്ള ദേവന്മാരെക്കാട്ടിലൊക്കെ ഉത്കൃഷ്ടരാണ്. എന്താ വെച്ചാൽ നമ്മുടെ സമീപത്തുള്ളവരാണ് ഇവർ. മറ്റവരുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്നും നിശ്ചയില്ല. ദേവന്മാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്നല്ലാണ്ട് നമ്മൾ കാണണമൊന്നുമില്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ സൈനിദേവന്മാരെ നമുക്ക് സാക്ഷാത്തായിട്ട് കാണാൻ സാധിക്കും. അവർ ഉത്കൃഷ്ടന്മാരാണ്, അവരെ പൂജിച്ചോളാൻ. തതഹ തേ അപി ആരാധ്യ, അതുകൊണ്ട് തേ അപി തതഹ, അതുകൊണ്ട് തേ അപി അവരും, അതായത് ഈ ബ്രാഹ്മണരും തേ അപി ആരാധ്യ, ഒന്നിച്ച് പദം ചേരുമ്പോൾ തതസ്തേപ്യാരാധ്യ, തതഹ തേ അപി ആരാധ്യ, അതുകൊണ്ട് അവരും ബ്രാഹ്മണരും ആരാധ്യരാണ്, പൂജിക്കപ്പെടേണ്ടവരാണ്. ഇതി ജഗതിഥത്വം നിജജനാൻ, ഇതി ഇപ്രകാരം ത്വം അങ്ങ് നിജജനാൻ ജഗതിഥ, നിജജനങ്ങളോട് ജഗതിഥ പറഞ്ഞു. നിജജനാൻ തൻ്റെ ആൾക്കാരോട്, അതായത് ഗോപാലന്മാരോട്, മറ്റേ ഗോപാലന്മാരോട് ഇപ്രകാരം അങ്ങ് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇതം താവത് സത്യം, ഇതാണ് സത്യമായിട്ടുള്ളത്. എന്താണ്? യദ് ഇഹ പശവഹ ന കുലധനം നഹ, നമ്മുടെ കുലധനമായിട്ടുള്ളത് പശുക്കളാണ് എങ്കിൽ, പശവഹ പശുക്കളാണ്
നമ്മുടെ കുലധനം എങ്കിൽ തദാജീവ്യായ ആ പശുക്കൾക്ക് ആജീവ്യനായിട്ടുള്ള, അതായത് അവർക്ക് വേണ്ടതായിട്ടുള്ള ഉപജീവനമെല്ലാം നൽകുന്നതായിട്ടുള്ള അചലഭർത്രേ പർവ്വതരാജാവായ ഗോവർദ്ധനത്തിന് അസൗ ബലിഹി സമുചിത, ഈ ബലി സമുചിതമായിട്ടുള്ളത് ആ പർവ്വതത്തിനാണ്, ഗോവർദ്ധന പർവ്വതത്തിനാണ്. ആ ഗോവർദ്ധന പർവ്വതമാണ് നമ്മുടെ പശുക്കൾക്ക് വേണ്ടതൊക്കെ കൊടുക്കണത്. അപ്പം അതുകൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തിനാണ് ബലി വേണ്ടത് എന്ന്. ഇനി സുരേഭ്യ അഭി, സുരന്മാരെക്കാൾ ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടരാണ് ഭൂമിയിലുള്ളതായ ക്ഷിതിതലേ ധരണി ദേവാഹ, ക്ഷിതിതലത്തിൽ തന്നെ നമ്മുടെ പ്രത്യക്ഷമായിട്ടുള്ളതായിട്ടുള്ള ഈ ധരണിദേവന്മാർ അവരെക്കാളൊക്കെ വിശിഷ്ടരാണ്, ദേവന്മാരെക്കാളും വിശിഷ്ടരാണ്. തതഃ, അതുകൊണ്ട് തേ അപി ആരാധ്യാഹ, ആ ധരണിദേവന്മാരും ബ്രാഹ്മണരും ആരാധ്യരാണ്, പൂജിക്കപ്പെടേണ്ടവരാണ്. ഇതി എന്നിങ്ങനെ ത്വം നിജജനാൻ ജഗതിഥ, അങ്ങ് തൻ്റെ ആൾക്കാരോട്, ഗോപാലന്മാരോട് പറഞ്ഞു എന്ന്. 2 ശ്ലോകം ഒന്നുകൂടിയും ചെല്ലാം. ഇതി ശ്രുത്വാ വാചം പിതുരൈ ഭവാനാഹ സരസം ധിഗേതന്നോ സത്യം മഖവദനിതാ വൃഷ്ടിരിയത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതം മഹാരണ്യേ വൃക്ഷാ കിമിവ ബലിമിന്ദ്രായ ദദതേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭവാൻ കേട്ടിട്ടേവം ജനകനോട് ചൊല്ലി സരസമായി, പൊഴിക്കുന്നു വർഷം മഖവനിതി ചൊന്നാൽ ശരിയതോ, തരുന്നു വർഷത്തെ സമുചിതമതായി ജീവിസുഹൃതം, മരം നൽകുന്നുണ്ടോ ബലി സുരപതിക്കീ വനമതിൽ. ഇതം താവത് സത്യം യതിഹ പശവോ നക്കുലധനം തദാജീവ്യായാസൗ ബലിരചലഭർത്രേ സമുചിത സുരേഭ്യോപ്യുത്കൃഷ്ടാ നനു ധരണി ദേവാ ക്ഷിതിതലേ തതസ്തേപ്യാരാധ്യ ഇതി ജഗതിഥത്വം നിജജനൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നമുക്കും ഗോവൃന്ദം കുലധനമതേറ്റം ശരിയതാണവർ അവയ്ക്കോ ജീവിക്കാൻ, മലമതി കൊടുക്കാം ബലിഗിരിം. അഹോ ഭൂവിൽ ശ്രേഷ്ഠം സുരരിലധികം ഭൂസുരഗണം, നമുക്കാരാധിക്കാം ഇവരെ ഇതി വാദിച്ചിതു ഭവാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.